സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കുറെ സ്ഥലങ്ങൾ 2 ട്രാക്ക് ഇട്ടിട്ട് നടക്ക് വെൽഡ് ചെയ്ത് വെച്ചതാ. അതിന്റെ ഒരു ഡേഞ്ചർ അവസ്ഥ ഉണ്ടോ? നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയാണ് കാണുന്നത് മൊത്തം. പണ്ട് കാലത്ത്, അതായത് ഛത്രപതി ശിവജിയുടെ ഒക്കെ കാലത്ത് ഇവിടെയുള്ള ഗുഹകളിലൊക്കെ അവർ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നു. ഹലോ, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിതാ ഇപ്പം നിൽക്കുന്നത് മാത്തേരനിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, എന്നെ ഫോളോ ചെയ്യുന്നവരെ ആദ്യമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല, കഴിഞ്ഞ തവണ ഞാനിവിടെ മാത്തേരനിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസ് 2 എപ്പിസോഡായിട്ട് ചാനലിൽ കിടക്കുന്നുമുണ്ട്. അപ്പോൾ പിന്നെ വിചാരിക്കും ഈ വർഷം എന്തുകൊണ്ടായിരിക്കും മാത്തേരനിലോട്ട് വന്നതെന്ന്. അതിന് 2 കാരണങ്ങളുണ്ട്. ആദ്യത്തെ കാരണം, കഴിഞ്ഞ തവണ വന്നപ്പം പോകാൻ പറ്റാത്തൊരു സ്ഥലം ഇവിടെയുണ്ട്. അത് മാത്തേരനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അതാണ് പെപ്പ് ഫോർട്ട്, അല്ലെങ്കിൽ വിക്കത്ത് ഗട്ട് എന്ന് പറയും. ഈ പെപ്പ് ഫോർട്ട് ഒരുപാട് പ്രത്യേകതകളും കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അത് നിങ്ങൾക്ക് പോകുന്ന വഴിയിൽ മനസ്സിലാവും. മാത്തേരനേക്കാളും മനോഹരമായിട്ടുള്ളൊരു ട്രക്കിംഗ് സ്പോട്ടാണ് ഈ പറയുന്ന പെപ്പ് ഫോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോയിട്ട് ഇവിടുന്ന് ഒരു 7 കിലോമീറ്ററോളം നമുക്ക് നടന്ന് ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. അതുകൊണ്ടാണ് ഇത്ര രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങുകയാണ്. നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, മാത്തേരനോടുള്ള ഇഷ്ടമാണ്. ഇവിടെ നമ്മൾ എത്ര തവണ വന്നാലും ആ ഒരു അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ടാണ്. അപ്പം നമ്മൾ അവിടെ പോയി വന്നിട്ട് മാത്തേരനിൽ ഇന്ന് കാണാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാം. അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോവുള്ളൂ. അപ്പം നമുക്ക് എന്തായാലും അവിടെ ഫോർട്ടിന് അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം. ഒരു അതിഥിയാണിത്. അപ്പം ഞങ്ങൾ കടല കഴിക്കുന്ന കണ്ടിട്ടാണ് പുള്ളി ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ കൊടുത്തപ്പം ഒരു പേടി ഒന്നും ഇല്ലാണ്ട് കയ്യിൽ നിന്ന് വാങ്ങി കഴിച്ചുകൊണ്ട് നിൽക്കുക. ഒരു കുട്ടിയാണ്, അധികം പ്രായമൊന്നുമില്ല. രാവിലെ ഒരു 6:30 ആയിട്ടേ ഉള്ളൂ. ആ സമയത്ത് ഈ ഒരു ടൗണിൻ്റെ കാഴ്ചയാണിത്. കടകളൊക്കെ ഓപ്പണായി വരുന്നേ ഉള്ളൂ. പിന്നെ ഇന്ന് വെള്ളിയാഴ്ച, ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഇന്ന് തിരക്കാവും. ഇന്ന് രാവിലെ ആയതുകൊണ്ടാണ് ഒട്ടും ക്രൗഡഡ് അല്ലാത്തത്. നമുക്കിവിടെ നിന്ന് എന്തെങ്കിലും ഭക്ഷണം കിട്ടുമോ നോക്കാം, കഴിച്ചിട്ട് പോവാം. ഇവിടെ ഒരു കടയുണ്ട്. ഇവിടെ ഫേമസ് ആയിട്ടുള്ളൊരു ഷോപ്പാണ്. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഫുഡ് കഴിച്ചിട്ട് പോവാം. ഇതാണ് പൊഹ. നമ്മുടെ ഏകദേശം അവിലുകൊണ്ട് ഉണ്ടാക്കുന്ന ഉപ്മാവ് പോലെ തന്നെ. അതിൻ്റെ കൂടെ ചായ ഉണ്ട്. പിന്നെ നമുക്കിവിടെ ലൈവായിട്ട് അവിടെ അവർ ജിലേബി ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആ ഉപ്മാവ് കഴിച്ച് ഏകദേശം കഴിയാറായി. അപ്പം നമ്മൾ പറഞ്ഞിട്ട് ജിലേബി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ലൈവായിട്ട് ചുട്ടെടുത്തതാണ്. അതിൻ്റെ കൂടെ ജിലേബി പറഞ്ഞപ്പോൾ പറയാണ്ട് വെച്ച സാധനമാണിത്. അതിപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അവർ യൂസ് ചെയ്ത് ഞാൻ തോന്നുന്നു. എന്തായാലും ഇതുകൂടെ ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. അവിടെ രാവിലെ പോകേണ്ട ട്രെയിനാണ്. അവിടെ ഇതാ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ അതിൻ്റെ എൻജിൻ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരത് ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അതിപ്പോൾ അവിടെ നിന്ന് എടുക്കും. അപ്പം നമുക്കിനി ഈ ഒരു സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് നേരെ ഈ ട്രാക്ക് വഴിയാണ് നടന്നു പോകേണ്ടത്. അപ്പോൾ നല്ല മഴക്കാറുണ്ട്, എപ്പം വേണമെങ്കിലും മഴ പെയ്യാം. നമുക്ക് മെല്ലെ അങ്ങോട്ടേക്ക് നടക്കാം. എന്നിട്ട് വരുമ്പം വീണ്ടും ഈ റെയിൽവേ സ്റ്റേഷൻ കാണാം. നമ്മളിപ്പോൾ അവിടെ നിന്ന് നടന്ന് അവിടെ അമാൻ ലോഡ്ജ് എത്തി. ഇനിയിപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ റൂട്ടാണ് നമുക്ക് പെപ്പ് ഫോർട്ടിലോട്ട് പോകേണ്ടത്. ഈ റൂട്ട് നേരെ നടന്നിട്ടാണ് ഇവിടെ വരുമ്പം, അതായത് നമ്മളിങ്ങോട്ട് മാത്തേരനിലോട്ട് ഈ വരുന്ന വഴി, ഇതുവഴിയാണ് അമാൻ ലോഡ്ജ്. ഇവിടുന്ന് നേരെ പോയാലാണ് മാത്തേരനിലുള്ള ഓരോ
ഡെസ്റ്റിനേഷൻ വരുന്നത്. പക്ഷേ നമ്മൾ ഈ ഭാഗത്തോട്ട് പോയാലാണ് പെഫ് ഫോർട്ടിലോട്ട് എത്തുക. ഇതാ ഇപ്പോൾ ഈ ഒരു ട്രാക്കിൽ കൂടിയാണ് നമ്മൾ നടന്നു പോകുന്നത്. അതായത് ഈ ട്രാക്ക് ഇപ്പം ട്രെയിൻ ഇതുവഴി പോകുന്നില്ല. നേരിൽ നിന്ന് ഡയറക്റ്റ് മാത്തേറിലോട്ട് ടോയ് ട്രെയിൻ ഉണ്ട്. പക്ഷേ ഈ ഒരു മൺസൂൺ ടൈമിൽ അവരത് ക്ലോസ് ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോൾ കണ്ട അമാൻ ലോഡ്ജിൽ നിന്ന് മാത്തേരൻ വഴി മാത്തേരൻ നിന്ന് അമാൻ ലോഡ്ജ് ഈ ഒരു ഷട്ടിൽ സർവീസാണ് ഇപ്പം ചെയ്യുന്നുള്ളൂ. അല്ലാത്ത സമയം ഒരു ആഗസ്റ്റിനൊക്കെ ശേഷം നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നേരിൽ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ടോയ് ട്രെയിൻ കിട്ടും. അപ്പോൾ അത് നോക്കണം. ചിലപ്പോൾ ആഗസ്റ്റ് ലാസ്റ്റ് അല്ലെങ്കിൽ ഒക്ടോബർ ആ സമയമൊക്കെ ആയിരിക്കും. അതായത് മൺസൂൺ കംപ്ലീറ്റ് കഴിയണം. ഈ റൂട്ട് എന്ന് വെച്ചാൽ ചെറിയ ട്രെയിനാണല്ലോ. അപ്പം എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് കംപ്ലീറ്റ് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ അല്ലാത്ത ടൈമിൽ നിങ്ങൾ മാത്തേരൻ വരുവാണെങ്കിൽ അവിടുന്ന് ടോയ് ട്രെയിൻ എടുത്തിട്ട് വരാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ നിന്ന് ഷെയർ ടാക്സി കിട്ടും. നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്ന വഴി അത് കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവിടുന്ന് 100 ആയിരുന്നു കഴിഞ്ഞ തവണ, അവരിപ്പോൾ 120 ആക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ്. നമുക്ക് പിന്നെ നാട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ പനവേൽ ഇറങ്ങാം, അല്ലെങ്കിൽ കല്യാണം ഇറങ്ങാം, അതും അല്ലെങ്കിൽ താനെ ഇറങ്ങാം. എവിടെയാണോ സ്റ്റോപ്പ്. ഏറ്റവും അടുത്ത് എന്ന് പറയുന്നത് കല്യാണമാണ്. കല്യാണം ഇങ്ങോട്ട് ഒരു 30 മിനിറ്റ് ട്രാവലേ ഉള്ളൂ. പിന്നെ താനേന്നാണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ നമുക്ക് ഇങ്ങോട്ട് ട്രാവൽ ഉണ്ട്. ഇനി പനവേലാണെങ്കിൽ ഇറങ്ങുന്നതെങ്കിൽ അവിടെ നമ്മൾ 2 or 3 ട്രെയിൻ മാറി കയറണം. ലോക്കൽ ട്രെയിൻ നോക്കണം. നേരിൽ നിന്ന് എങ്ങോട്ടാണ് ട്രെയിൻ കിട്ടുന്നത് നോക്കണം. ലോക്കൽ ട്രെയിൻ നേരുളല്ല, അത് 2 സ്ഥലമുണ്ട്. ഒന്ന് നേരലാണ്, ഒന്ന് നേരുളാണ്. മാറിപ്പോകരുത്. അപ്പോൾ ആ ട്രെയിൻ നോക്കിയിട്ട് നേരെ വരിക. എന്നിട്ട് അമാൻ ലോഡ്ജ് ഇറങ്ങും. നേരൽ ഇറങ്ങും. എന്നിട്ട് അവിടുന്ന് ഷെയർ ടാക്സി എടുക്കുക. ഒരാൾക്ക് 120 രൂപയാണ്. അങ്ങനെ അവിടുന്ന് ഷെയർ ടാക്സി എടുത്ത് അമാൻ ലോഡ്ജ് ഇറങ്ങുക. എന്നിട്ട് അവിടുന്ന് 50 രൂപയുടെ ഒരു എൻട്രി ടിക്കറ്റ് എടുക്കാനുണ്ട്. ആ ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ നേരെ മുകളിലോട്ട് പോകേണ്ടത്. പക്ഷേ മാത്തേരനിലുള്ള സ്ഥലങ്ങൾ നിങ്ങൾ കണ്ടു തീർത്താൽ ഒരു ദിവസം ഈ പെപ്പ് ഫോർട്ട് പോകാനും കൂടി മാറ്റി വെക്കണം. സത്യം പറഞ്ഞാൽ 3 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ മാത്തേരൻ കംപ്ലീറ്റ് നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പെപ്പ് ഫോർട്ട് കൂടി പോയിട്ട് വരാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 7 കിലോമീറ്റർ നമ്മൾ നടന്നു പോയിട്ടാണ് അവിടെ എത്തുന്നത്. അപ്പം പോയി വരുമ്പോൾ എന്തായാലും ഒരു ദിവസം ഏകദേശം കവർ ചെയ്യും. നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തിട്ടായിരിക്കുമല്ലോ പോവുക. അപ്പോൾ നമുക്കിനി അങ്ങോട്ടുള്ള കാഴ്ചകൾ ഞാൻ പോകുന്ന വഴി പറഞ്ഞുതരാം. ഈ റൂട്ടാണ് നമുക്കിനി അങ്ങോട്ടേക്ക് പോകാനുള്ളത്. മോൾ ഭാഗത്തൊക്കെ നല്ല കോടയാണ്. ആ ഭാഗത്തായിട്ടാണ് പനോരമ പോയിൻ്റ് വരുന്നത്. ആ ഒരു കോട കൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളിതാ ഈ ഒരു ട്രാക്ക് വഴി ഇനിയും നല്ല ദൂരം നടന്നു പോകാനുണ്ട് നമുക്ക്. ഇതാ ബാക്കിൽ കാണാൻ പറ്റും. ഈ ഭാഗത്ത് ചെറിയൊരു ഫെൻസിങ് പോലെ വെച്ചിട്ടുണ്ട്. താഴെ നല്ലൊരു ഇറക്കി, അതെന്താ മീൻസ് നല്ല ഡെപ്താണ്. അപ്പോൾ അതുവഴിയൊന്നും സ്ലിപ്പായിട്ട് വീഴാൻ നല്ല സാധ്യതയുണ്ട് ഈ ഭാഗത്തൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെയൊക്കെ ഫെൻസിങ് വെച്ചിട്ടുണ്ട്. കാരണം ഇതുവഴി ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതവർക്കും അറിയാം. അപ്പോൾ ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ടോ നല്ല താഴ്ചയാണ് താഴോട്ട്. ഇതൊക്കെ വീണാൽ തീർന്നു. ഇവിടെയൊക്കെ വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ, അരുവി പോലെ. ശരിക്കും ഇതൊക്കെ നമുക്ക് കുടിക്കാനെടുക്കാൻ പറ്റുന്ന ടൈപ്പ് വെള്ളം. പിന്നെ ഇതുവഴി നമുക്ക് നടന്നു പോകാനുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടുന്ന് പെപ്പ് ഫോർട്ടിലോട്ട് പോകുന്ന റൂട്ടാണ്. ഇത് ട്രാക്കാണ്, നേരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന ട്രാക്കാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, അവിടെ ആ ഭാഗത്ത് കാണുന്നതാണ് ഗാർബറ്റ് പോയിന്റ്. അതിൻ്റെ താഴെ നിങ്ങൾക്ക് അത് നേരലിൻ്റെ ഭാഗമായിരിക്കാനാണ് സാധ്യത. കുറേ ബിൽഡിങ്ങൊക്കെ കാണാം. അവിടെ ഒരു ഇത് കാണാം. പുഴയാണോ അല്ല തടാകമാണോ എന്ന് മനസ്സിലാവില്ല. ദൂരെയായിട്ട് ഇതൊക്കെ കാണാം. നല്ല കോട ഇറങ്ങിയിട്ട് ബാക്ക് മൊത്തം നല്ല കാറ്റുമാണ്. താഴോട്ടൊക്കെ നോക്കിയാൽ കാണാം ഫുള്ള് നല്ല ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഫുൾ മരങ്ങളും ആ ഭാഗത്തൊക്കെ പച്ചപ്പ് നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. എന്ത് രസമാണ് നോക്ക്. ഓ, അപ്പോൾ നമുക്കിനി ഇവിടുന്ന് കുറച്ച് നടന്നു പോകാനുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ആ ഭാഗത്തോട്ടാണ് പോകേണ്ടത്. അങ്ങോട്ടേക്ക് നടക്കാം. ഈ ഒരു ഭാഗത്തുണ്ടോ നമ്മൾ പോകുന്ന വഴിയിൽ മണ്ണ് ഇടിഞ്ഞ് വീണത് ഇതിലൂടെ ക്ലിയർ ചെയ്താണ്. ഇതാ ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഇടിയാൻ നല്ല സാധ്യത ആണ്. ഇങ്ങോട്ടേക്ക് ഇപ്പോൾ ട്രെയിൻ സസ്പെൻഡ് ചെയ്തത്. സ്ലിപ്പാകുന്നുണ്ട് കാലൊക്കെ. ഇതോ ഇതാ അപ്പോൾ ആ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഇടിഞ്ഞ് വന്നതാ. ട്രാക്ക് മൊത്തം മണ്ണിൻ്റെ അടിയിലായി. പിന്നെ അവരിവിടെ വന്ന് ക്ലീൻ ചെയ്ത് വെച്ചാൽ തോന്നുന്നു. ഈ ഒരു ഭാഗത്തൊക്കെ മുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം കണ്ടോ, നമുക്ക് ഡയറക്റ്റ് എടുത്തിട്ട് ഇതേപോലെ കുടിക്കാൻ പറ്റും. ഇവിടെയൊക്കെ ഇപ്പം നല്ല രീതിയിൽ പച്ചപ്പായി വരുന്നുണ്ട്. അവിടുന്ന് കുറേ പേര് പോയിട്ട് തിരിച്ചു വരുന്നവരാന്ന് തോന്നുന്നു. ഇപ്പോൾ ചെറിയ രീതിയിൽ വെയിൽ വന്നു തുടങ്ങി.
എന്നാലും നമ്മൾ നടക്കുമ്പോൾ നല്ല കാറ്റുള്ളതുകൊണ്ട് ക്ഷീണമൊന്നും അറിയില്ല. പോകുന്ന വഴി അടിപൊളിയാണ്. ഇനി അങ്ങോട്ട് പോകുന്തോറും കൂടുതൽ അടിപൊളിയായിട്ട് വരും. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാത്തേരം വരുമ്പോൾ ഒരു ദിവസം പെപ്പോർട്ടിന് വേണ്ടി മാറ്റി വെക്കണം ഉറപ്പായിട്ടും. അതെന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അവിടെ എത്തി ഓരോ കാഴ്ച കാണുമ്പോൾ മനസ്സിലാവും. അത്ര അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെയൊക്കെ വെള്ളം താഴോട്ട് ഒഴുകി വരുന്ന ഭാഗമാണ്. ഒരു സൗണ്ട് കേൾക്കാൻ രസം. നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ ഈ വെള്ളം മൊത്തം. നമ്മളിത് ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. നമുക്ക് പെപ്പോർട്ടിലോട്ട് ഇവിടുന്ന് നേരെയാണ് പോകാനുള്ളത്. പക്ഷേ ഇവിടെ താഴെ ഒരു ഗണപതിയുടെ വലിയൊരു സ്റ്റാച്ചു ഉണ്ട്. കല്ലിൽ കൊത്തിയെടുത്തതാണ്. വലിയൊരു കല്ലാണ് കാണുന്നത്. അങ്ങോട്ടേക്ക് പോവാം. ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. കണ്ടോ ഇവിടെയാണ് ആ ഒരു സ്റ്റാച്ചു വരുന്നത്. ഇങ്ങോട്ട് പോകേണ്ട വഴി അതിൻ്റെ പുറകിലൂടെയാണ്. പക്ഷേ പുറകിലൂടെ പോയാൽ നമുക്ക് അതിൻ്റെ ബാക്ക് സൈഡേ കിട്ടുള്ളൂ. ഉണ്ടോ, താഴെ മൊത്തം കാലാണ്. അതിൽ ആ തലഭാഗം മാത്രമാണ് എൻ്റെ മുകളിലായിട്ട് ഉണ്ടാക്കിയത്. പുറകിൽ ആ ഒരു ഡാമും നല്ല ഭംഗിയില്ലേ. കണ്ടോ, നമ്മളാ കണ്ട ഗണപതിയുടെ സ്റ്റാച്ചുന്ന് അവിടുന്ന് ഇനിയിപ്പോൾ നമുക്ക് ഈ റൂട്ടാണ് പോകേണ്ടത്. ഇവിടെ കണ്ടോ, ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ട്. ആ ഒരു ടെമ്പിളിൻ്റെ നേരെ മുൻഭാഗം എന്ന് വെച്ചാൽ എവിടെയാണ്, അവിടെ പോയാൽ നമുക്ക് ബാക്ക് സൈഡേ കിട്ടുള്ളൂ. അപ്പോൾ കറക്റ്റ് ഫ്രണ്ട് കിട്ടുന്ന സൈഡിലായിട്ട് ഇവിടെ ഒരു മണി വെച്ചിട്ടുണ്ട്. കണ്ടോ, നമുക്ക് ഇതാ ഈ വഴി ഇങ്ങനെ ചുറ്റി വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഇവിടെയൊക്കെ ഈ കല്ലിൻ്റെ മുകളിൽ ഉണ്ടായ വാഴകൾ കണ്ടോ. ഇത് എന്ത് ടൈപ്പ് വാഴയാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, അതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ ടൈപ്പാണ്. കണ്ടോ, പക്ഷേ ഇല വാഴയാണ്. ഇവിടെ മാത്രമല്ല അവിടെയൊക്കെ ഉണ്ട്, നിറച്ചുണ്ട്. കണ്ടോ, ഇതിപ്പോൾ കായൊന്നുമില്ല അതിലൊന്നും. ഇനി ഇതിൽ കായ ഉണ്ടാവുമെന്നൊന്നും അറിയില്ല. ഇതെന്താണെന്ന് അറിയുന്നവരുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അവിടെ ആയിട്ടാണ് ആ ഒരു ഗണപതിൻ്റെ സ്റ്റാച്ചു വരുന്നത്. താഴെയൊക്കെ കോട മൂടി. കണ്ടോ, മൊത്തം മഴയായി. നല്ല മഴയായി. ഇവിടുന്ന് എനിക്ക് നല്ല മഴ, നല്ല കാറ്റ്. ഇവിടുന്ന് നമുക്ക് ആ വഴിയാണ് പോകേണ്ടത്. ആ ഭാഗത്താണ് ഇങ്ങോട്ട് കാറ്റടിക്കുന്നത്. കാരണം ഇങ്ങോട്ടാണ് അവിടെ താഴ്ഭാഗമാണ്. ഈ വഴിയാണ് ഇനി അങ്ങോട്ട് നടന്നു. ആ ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്ക് ഇപ്പം അവിടെ ഇറങ്ങിയില്ല. നമുക്കിനി തിരിച്ചു വരുമ്പം ആ ഒരു ഭാഗം ഇറങ്ങാം. കണ്ടോ ഇവരൊക്കെ കേരള नागपुर हाँ ब्लॉगर क्या नाम है आपके चैनल का नाम? माइल्स एंड मानसून मानसून हाँ कितने सब्सक्राइबर्स हैं आपके? अराउंड 3K अच्छा न्यू है। नाउ स्टार्ट अच्छा नागपुर ऑरेंज सिटी ऑरेंज सिटी नितिन गडकरी हाँ അപ്പോൾ നമുക്കിനി ഇതുവഴി താഴോട്ട് ഇറങ്ങിയിട്ടാണ് പോകുന്നത്. അയ്യോ നല്ല സ്ലോപ്പാണ്. അപ്പം ശ്രദ്ധിച്ചിറങ്ങിയില്ലെങ്കിലും കണ്ടോ ഇന്നുണ്ട്. ഇതുവഴി മെല്ലെ മെല്ലെ നമുക്ക് ഇറങ്ങിപ്പോവാം. കണ്ടോ ആ ഭാഗത്തൊരു കോടമഞ്ഞ് മൂടി നിൽക്കുന്നൊരു ഭാഗം കാണുന്നുണ്ടോ, അതാണ് റെക്കോർഡ്. അപ്പോൾ നമ്മൾ ഇതുവഴി ഇങ്ങനെ ഇറങ്ങി 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 ഇതുവഴി കയറി 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 വേണം അങ്ങോട്ട് പോകാൻ. ഈ വഴിയാണ് പോകേണ്ടത്. ഇത് ഇവിടുന്ന് കിട്ടുന്ന റെയിൻകോട്ടാണ്. ഒരു കാര്യമില്ല, അപ്പം വെള്ളം മേത്ത. വെറുതെ ഒന്ന് ഇട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഇട്ടുണ്ട് എന്ന് പറയാൻ മാത്രം പറ്റും.
ഇവിടെ കണ്ടോ പോകുന്ന വഴിയിൽ ചെറിയൊരു ശിവന്റെ ഗണപതിയുടെ ചെറിയൊരു സ്റ്റാച്ചു വെച്ചിട്ട് ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ാണോ അല്ല ഇവര് സിമെന്റിലോ മറ്റോ ചെയ്താണോ എന്ന് അറിയില്ല. അതുപോലെ ഉണ്ട് കണ്ടോ ചെറിയ ശിവന്റെ ഇതുവഴിയൊക്കെ ഇറങ്ങുകയെന്ന് വെച്ചാൽ നല്ല ബുദ്ധിമുട്ടാണ്. സ്ലിപ്പാവാൻ നല്ല സാധ്യതയുള്ളൊരു ഏരിയ ആണ് ഇവിടെയൊക്കെ. നമ്മള് മാത്തേരം വരുന്ന പോലെയല്ല, പെപ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ കറക്റ്റ് ട്രക്കിംഗ് ഷൂവും ഇതൊക്കെ എടുത്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് സ്ലിപ്പായാൽ നമ്മൾ പിന്നെ നോക്കണ്ട. ഇവിടെയൊന്നും ഗൈഡോ അല്ലെങ്കിൽ അങ്ങനെ പോകുന്ന വഴിയിൽ അവരെന്തെങ്കിലും സുരക്ഷാ സംവിധാനം ഒന്നും ചെയ്തിട്ടില്ല. നമ്മളെ റിസ്കിൽ നമ്മൾ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പോകുമ്പം ശ്രദ്ധിച്ച് തന്നെ പോകണം. ഇവിടുന്ന് 2 വഴി പോകും. ഈ വഴി നേരെ പോകുന്നത് നേരത്തെ നമ്മൾ കണ്ട ഗണപതിയുടെ അമ്പലത്തിൻ്റെ അങ്ങോട്ടേക്കാണ്. അത് ആ വഴി, ഇത് വഴി ഇങ്ങനെ പോയിട്ട് അങ്ങോട്ടേക്ക്. ഈ വഴി നേരെ ഇങ്ങോട്ട് പോകുന്നത് പെപ്പോട്ടിലോട്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് റൈറ്റ് എടുത്ത് പെപ്പോട്ടിലോട്ട് പോവാം. എന്നിട്ട് വരുമ്പം ആ ഭാഗത്തോട്ട് പോവാം. ഇപ്പം മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ എന്നോ അറിയില്ല. ഇവിടുന്ന് താഴോട്ട് ഒരു സ്ലോപ്പാണ്. സ്ലോപ്പ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു 200-300 മീറ്റർ താഴ്ചയാണ്. പക്ഷേ ഈ പോകുന്ന വഴിയിൽ ഒരു വരി കല്ലുകൊണ്ട് പോലും ഒന്നും വെച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഭാഗത്തുനിന്ന് ഒന്ന് സ്ലിപ്പായാൽ ആ ഒരു 400 മീറ്റർ താഴ്ചയെ പോയിട്ടേ കിടക്കൂ. ഇവിടെ ഒരു മരങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ തങ്ങി പോലും കിടക്കൂല. താഴെ എത്തുമ്പോഴത്തേക്ക് ശരീരം 10 കഷ്ണമാണോ 15 കഷ്ണമാണോ എന്ന് മാത്രം നോക്കിയാൽ മതി. അത്രമാത്രം കല്ലുണ്ട്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മാത്തേരൻ കണ്ടു പോകുന്ന പോലെയല്ല, പെപ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അത്യാവശ്യം ട്രക്കിങ്ങിന് പോകുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വരണം. നല്ല ട്രക്കിംഗ് ഷൂ വേണം, അത്യാവശ്യം ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള. അപ്പം ഇതുപോലെ ഏകദേശം നല്ല അത്യാവശ്യം ഗ്രിപ്പുണ്ട്. ഇതുപോലെ അത്യാവശ്യം ഗ്രിപ്പുള്ള ഒരു ട്രക്കിംഗ് ഷൂ എടുത്തിട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. അല്ലാതെ നമ്മൾ നോർമൽ ക്രോക്സിൻ്റെ ചെരുപ്പൊക്കെ ഇട്ട് വന്നാൽ ചിലപ്പോൾ സ്ലിപ്പാവാൻ സാധ്യതയുണ്ട്. ഇതാണ് നേരത്തെ നമ്മൾ കണ്ട മരവാഴയില്ലേ, ഞാൻ മരവാഴ ഞാനിട്ട പേരാട്ടോ. അടിഭാഗം മരം പോലെ കണ്ടതുകൊണ്ട് മരവാഴ എന്ന് വിളിച്ചതാണ്. ഇതവിടെയൊക്കെ ഉണ്ട്. ഉണ്ടോ ഇല നമ്മുടെ വാഴ തന്നെയല്ലേ കറക്റ്റ്, പക്ഷെ അടിഭാഗം കണ്ടോ ഒരു മരം പോലെ. അതുകൊണ്ട് ഞാൻ ഇതിന് മരവാഴ എന്ന് പേരിട്ടു. കറക്റ്റ് പേരറിയുന്നവരുണ്ട് ഒന്ന് പറ. ഇതാണ്ടോ പോകുന്ന വഴിയൊക്കെ നോക്ക്, നല്ല സ്ലിപ്പറിയാണ്. അപ്പം ഇവിടെ കയറുണ്ട്, ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട് ഭാഗ്യം. ഉണ്ടോ ഇത് വഴിയാണ് പോകേണ്ടത്. ശരിക്കും നോക്ക് അവിടെ ഒന്നും വഴിയില്ല. അത് ഒരടി വലുപ്പത്തിൽ ചെറിയൊരു ഭാഗം, അതും ആ ഭാഗത്തെത്തുമ്പോൾ അത് അരയടിയായി മാറും. ഇത്ര ചെറിയൊരു ഭാഗത്തൂടെ വേണം അങ്ങോട്ട് പോകാൻ. അപ്പം ഞാനിത് ഇപ്പോൾ ഇവിടുന്ന് ഓഫ് ചെയ്യട്ടെ, എന്നിട്ട് ഇത് മാറ്റി വെച്ചിട്ട് 2 കൈ കൊണ്ട് പിടിച്ചിട്ട് വേണം അങ്ങോട്ടേക്ക് പോകാൻ. ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഏരിയയിൽ കൂടെയാണ് നടന്നത്. അതും വെള്ളം ഒലിച്ചു പോയ ഭാഗമാണ്. അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ച് വേണം ഇങ്ങോട്ടേക്ക് വരാനായിട്ട്. ഈ ഒരു ചെറിയ ഭാഗത്തൂടെ നമ്മൾ നടന്നു വന്നത്. താഴോട്ട് വീണാൽ തീർന്നു. നമ്മൾ അത്രയും ശ്രദ്ധിച്ച് വേണം ഭാഗത്തൂടെ ഒക്കെ പോവാൻ. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, അതുകൊണ്ട് വീഡിയോയിൽ മൊത്തം ക്ലിയർ ആയിട്ട് കിട്ടൂല. ലെൻസിലൊക്കെ വെള്ളമാകുന്നതുകൊണ്ട് അത് പറഞ്ഞതേ, ഈ വാഴയുടെ ഇലയൊക്കെ നല്ല ശക്തിയിൽ കാറ്റടിച്ചിട്ടാണ് ഇങ്ങനെ ചെതറിപ്പോയ കിടക്കുന്ന പോലെ കിടക്കുന്നത്. ഉണ്ടോ ശരിക്കും നനഞ്ഞ കോഴീനെ പോലെ ആയിട്ടുണ്ട്. ഈ കോട്ട് എന്തിനാ ഞാനിത് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എല്ലാ ഭാഗവും നനയുന്നുണ്ട്. പിന്നെ കോട്ട് ഉണ്ടെന്ന് കാണിക്കാനാന്ന് തോന്നുന്നു. ഇവിടെ കുറവാണിത്. ഇതുവഴി ആ മുകൾ ഭാഗത്തൂടെയാണ് ട്രാക്ക് പോകുന്നത്. നമ്മൾ അതുവഴി ഇങ്ങനെ നേരത്തെ നമ്മൾ പോയതിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഭാഗം വന്നു. കണ്ടോ ഇത് ശരിക്ക് ഇത് നോക്ക്,
വഴിയൊന്നുമില്ല, ഇത് സ്ലോപ്പ് ആയിട്ടുള്ള ഭാഗം, നല്ല സ്ലിപ്പറി ആയി കിടക്കുന്ന ഒരു ഭാഗം. നേരത്തെ നമ്മൾ പോയതിനേക്കാളും സ്ലിപ്പറി ആയിട്ടുള്ളൊരു ഭാഗം. അതായത് നടക്കൂല, കാരണം സ്ലോപ്പാണ്. കാറ്റുള്ളതുകൊണ്ട് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല. കൂടെയാണ് ഇത് വൃത്തിയേണ്ട കാറ്റും. ഇനി ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാ പോകേണ്ടതും. വീണ്ടും ഇരിക്കട്ടെ. താഴെ ഡെപ്ത് മനസ്സിലാവുന്നുണ്ടോ? കാരണം ഒരു 300-400 മീറ്ററിന്റെ മുകളിൽ താഴ്ചയാണ്. വീണ് കഴിഞ്ഞാൽ വന്നവര് പോവുക, കൂടെ ഉള്ളവര് പോവുക. മറ്റേ വീഡിയോയിൽ പറയാം, ഞങ്ങളുടെ നാട്ടിലെ ഒരു പാറയുണ്ട്, എടപ്പള്ളി പാറ എന്ന് പറഞ്ഞിട്ട്. അതിന്റെ മുകളിൽ ചില ഭാഗത്തോട്ടൊക്കെ കയറുമ്പോ സെയിം സിറ്റുവേഷൻ ആണ്. പക്ഷെ ഇങ്ങനെ ഇരുന്നിറങ്ങേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. വീണാൽ കൂടെ വന്നവര് തിരിച്ചു പോവുക. തെരച്ചിലില്ലാന്നല്ല, തെരയാൻ ആളില്ല. പക്ഷെ ഗവൺമെന്റ് ഒന്നും തെരയാൻ വരൂല. ഇപ്പൊ തെരച്ചിലില്ലാത്ത സ്ഥലമല്ല, വീട് കഴിഞ്ഞാൽ തെരയാൻ ആളില്ലാത്ത സ്ഥലം. ചവിട്ട് കിട്ടായാൽ പിന്നെ താഴേന്ന് പെറുക്കിയെടുക്കാം. താഴോട്ട് നല്ല ഏകദേശം നിങ്ങൾ ഇഷ്ടം പോലെ ഈ പെപ്പോട്ട് പോകുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവരൊന്നും നിങ്ങളെ ഈ ഒരു ഭാഗം ഒന്നും കാണിച്ചിട്ടുണ്ടാവും. അത്രയും സ്ലോപ്പാണ്. ഈ വഴി വന്നിട്ട് വേണം. നിങ്ങൾ ആ കൂടെ കണ്ടിട്ടുള്ള ആ സ്റ്റെപ്പല്ലേ, അപ്പൊ നിങ്ങൾ വിചാരിക്കും 2 സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ പെപ്പോട്ട് എത്തി. പക്ഷെ ആ സ്റ്റെപ്പ് ഇറങ്ങുന്നതിന് മുന്നേ ഇങ്ങനെയും കുറെ സ്ഥലങ്ങളുണ്ട്. ഇരുന്നിറങ്ങാനും നിന്നിറങ്ങാനും താഴെ കൂടെ ഫ്ലൈറ്റ് പോകുന്നുണ്ട്, പക്ഷെ അതൊന്നും കിട്ടൂല. ഇവിടെ കണ്ടോ, ഈ സ്റ്റെപ്പ് ഇറങ്ങി വേണം താഴോട്ട് പോകാൻ. സ്റ്റെപ്പാണോന്ന് ചോദിച്ചാൽ സ്റ്റെപ്പാണ്. 2 ട്രാക്ക് ഇട്ടിട്ട് നടുക്ക് വെൽഡ് ചെയ്ത് വെച്ചതാ. അതിന്റെ ഒരു ഡേഞ്ചർ അവസ്ഥ കണ്ടോ, ഇതെങ്ങനെയാ നിൽക്കുന്നത്, എവിടെയാ ഇത് അതിലൊക്കെ ഉണ്ട്. അതൊന്ന് ഇറങ്ങി നോക്കല്ലേ. ഇതാണ് ഹൈറ്റ് വീതിയുള്ളത്. ഹൈറ്റ് നല്ല പേടിയാ, അതുകൊണ്ട് മെല്ലെ ഇറങ്ങാൻ പറ്റുള്ളൂ. എനിക്ക് കുറച്ചു നേരം തിരിഞ്ഞിറങ്ങട്ടെ. നല്ല ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്, കിട്ടൂല. ഇങ്ങനെ വേണം ഇവിടുന്ന് ഇറങ്ങി വരാം. വീണ്ടും ഇരുന്ന് റെയിൽവേ ട്രാക്കിന്റെ കമ്പിയാ. ട്രാക്കാണിത്. അവിടെ ട്രെയിൻ പോകുന്ന ട്രാക്ക് 2 മുറിച്ച് അതിന്റെ നടുക്ക് 2 ഇരുമ്പിന്റെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചതാ. നീ ഇറങ്ങിക്കോ. ഇവിടുന്ന് നീ വഴിയാണ് ഇറങ്ങി പോകുന്നത്.
ആ ഒരു കുന്നാണ് പെപ്പോർട്ട്, അതിൻ്റെ മുകളിലാണ്. അപ്പം അങ്ങോട്ടേക്കാണ് നമുക്കിനി പോകേണ്ടത്. ഫോഗ് ഉള്ളതുകൊണ്ട് സൂം ചെയ്താൽ കിട്ടുമോയെന്നറിയില്ല. കണ്ടോ ആളുകൾ നടന്നു പോകുന്നുണ്ടോ? ഇതുവഴി നമ്മൾ കയറി വേണം അതിൻ്റെ ടോപ്പെത്താൻ. അങ്ങോട്ടേക്കാണ് നമുക്കിനി പോകാനുള്ളത്. ഇതൊക്കെ നല്ല താഴ്ചയാണ്. ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. അവിടെ കണ്ടോ ഒരു വില്ലേജ് നമുക്ക് ഇവിടുന്ന് സൂം ചെയ്താൽ കിട്ടും. കണ്ടോ ഇവിടെയൊക്കെ നല്ല വെയിലാണ്, നല്ല വ്യൂ. ഇവിടെ കണ്ടോ വെള്ളം. എന്നൊക്കെയുള്ള വ്യൂ നോക്ക്. നമുക്കിനി ഇവിടെയും കുറച്ച് ബുദ്ധിമുട്ടി ഇറങ്ങേണ്ട സ്ഥലമാണ്. ആ ഒരു ഇത് കണ്ടോ നമ്മൾ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് അതും ഇതേപോലെ നമുക്ക് ഫിറ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്പോട്ടാണ്. എനിക്ക് പേര് കിട്ടുന്നില്ല. അതും എന്താ ആ വഴി എങ്ങാനായിരിക്കണം വരേണ്ടത്. അവിടെ അതിനേക്കാളും ഹൈറ്റിലാണ് പെപ്പോർട്ട് കിടക്കുന്നത്. കണ്ടോ ഈ ഭാഗത്തിനേക്കാളൊക്കെ ഹൈറ്റിലാണ്. മാത്തേരനേക്കാളും മാത്തേരൻ നമ്മൾ നിൽക്കുന്ന പോയിന്റുകളെക്കാളും ഹൈറ്റിലാണ് പെപ്പോർട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതുവഴി കയറി അങ്ങനെ ഇറങ്ങി അവിടെ ഒരു കട കണ്ടു, ഒരു പച്ച, അതുവഴി കയറി അവിടുന്ന് ഏറ്റവും ടോപ്പിലോട്ട് പോവാം. ഇനിയിപ്പോൾ കണ്ടോ ഇനി ഇവിടുന്ന് നേരത്തെ നമ്മൾ കണ്ട പോലെ തന്നെ ഒരു സ്ലോപ്പായിട്ടുള്ള ഭാഗം, അവിടെ ഒരു കയറ് കെട്ടി വെച്ചിട്ടുണ്ട് ചെറിയ. ഇവിടെയൊക്കെ നല്ല സ്ലിപ്പറിയാണ്. ഈ ഒരു ചെറിയ പോർഷനിൽ കൂടെ വേണം ഇത് കടന്നപ്പുറത്താൻ. കാരണം ഇവിടെയൊക്കെ നല്ല രീതിയിൽ മഴക്കാലത്ത് ഇങ്ങനെ വെള്ളം കുത്തി ഒലിക്കുന്ന ഭാഗങ്ങളാണ്. ഈ കല്ലും പാറ ആയതുകൊണ്ടാണ് ഇതിവിടെ ഇങ്ങനെ നിൽക്കുന്നത്. ബാക്കി മണ്ണൊക്കെ നിങ്ങൾ ചെറിയ ചെറിയ ഏരിയ നോക്കിയാൽ മനസ്സിലാവും, മണ്ണ് കംപ്ലീറ്റ് ഒലിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനിവിടെ ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട് ഇവിടെ. കണ്ടോ ഇതൊക്കെ കോൺക്രീറ്റിൻ്റെ ചെറിയ സ്ലാബാണ്. കണ്ടോ ഇവിടുന്ന് താഴോട്ട് പോയാൽ പിന്നെ കണ്ടില്ലേ ഒരു 300 മീറ്റർ അങ്ങോട്ട് താഴ്ചയാണ്. അവിടെ പോയിട്ട് ഏറ്റവും അടിയിൽ കിടക്കും. ഇപ്പോൾ 2-3 ദിവസം അവിടെ കിടക്കും, ചിലപ്പം 4 ദിവസം കഴിയുമ്പം ഏകദേശം തീരും. പിന്നെ ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പം അവർ വന്നിട്ട് അവർക്ക് സമയമുള്ളപ്പം തപ്പിയെടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഹെലികോപ്റ്റർ വന്ന് രക്ഷിക്കുന്നൊന്നും വിചാരിച്ചിട്ട് ഇങ്ങോട്ടാരും വരണ്ട. ഇനിയും ഉണ്ട് നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ. എന്താ ഒരു ഭാഗത്താണ് നടന്നത്. നമ്മളിത് ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന ഒരു പോയിന്റ് ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് അവിടുന്ന് ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് വ്യൂ കിട്ടും. നേരത്തെ നമ്മൾ കണ്ട ആ ഒരു വില്ലേജും ആ ഒരു താഴ്വാരവും അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു പെപ്പോർട്ടിൻ്റെ ഭാഗവും കിട്ടും. മുകളിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അതൊരു കോട്ടയാണ്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് ക്ലിയർ ഇപ്പോൾ കിട്ടുന്നുണ്ട് തോന്നുന്നു. കണ്ടോ അതൊരു കോട്ടയാണ്. അപ്പോൾ ആ ഒരു ഭാഗം നമുക്കിവിടുന്ന് നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അതിൻ്റെ കൂടെ തന്നെ ഈ സ്പോട്ടിൻ്റെ പ്രത്യേകത നേരെ ഓപ്പോസിറ്റ് സൈഡ് നിങ്ങൾ ഈ കാണുന്നത് നേരൽ ടൗൺ ആണ്. അവിടെ കുറേ ബിൽഡിങ്ങുകൾ കാണുന്നില്ലേ, അതാണ് നേരൽ. അവിടെ നിന്ന് അങ്ങോട്ട് മഹാരാഷ്ട്രയുടെ വേറെ കുറേ ഭാഗങ്ങളാണ്. ഇവിടെ താഴെ കൂടെ ചെറിയൊരു അരുവി പോലെ ഒഴുകി പോകുന്നുണ്ട്. കണ്ടോ നേരെ ആ ഭാഗത്തോട്ട് ഇങ്ങനെ ഒഴുകി പോകുക. അവിടം വരെ നമുക്കത് കാണാൻ പറ്റുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടേക്ക് മുഴുവൻ ടൗൺ ഏരിയ ആണ്. അതാണ് ഈ ഒരു പാർട്ടിൽ നിന്നാൽ ഈ ഭാഗത്തൊക്കെ മാത്തേരൻ്റെ പനോരമ പോയിൻ്റ് അങ്ങോട്ടേക്ക് അതിൻ്റെ കുറേ ഭാഗങ്ങളാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സൈഡിലൂടെയാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. അവിടെ കാണുന്നൊരു ഒരു വഴി കണ്ടോ, ചെറിയൊരു വഴി, അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നു വന്നത്. അപ്പോൾ ഈ ഒരു വ്യൂ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് ഇവിടുന്ന് ഈ വഴി കയറി ആ ഒരു കട കണ്ടോ അതുവഴി മുകളിലോട്ട് കയറി പോകണം. ഈ ഭാഗത്തൂടെ കയറി മുകളിലോട്ട് പോകണം. അപ്പം വെയിൽ കുറച്ച് പോയിട്ടുണ്ട്, മൊത്തം ഒരു ഡള്ളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ട്, പക്ഷെ വെളിച്ചം കുറവാണ്. ശരിക്കും നനഞ്ഞ കുഴീനെ പോലെ ആയിട്ടുണ്ട് അല്ലേ? മുടിയൊക്കെ നോക്ക്, നല്ല മഴ പെയ്തല്ലോ, അപ്പം നനഞ്ഞു നല്ല പോലെ. അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോവാൻ കുറച്ച് പണിയാണ്. അതായത് ഞാൻ പറഞ്ഞത് റെയിൽവേ ട്രാക്ക് ഇവിടെ പനോരമ കിടക്കുന്നത് എവിടെ നോക്ക്. പനോരമേ ആ ടോപ്പിലാ. എത്ര അയ്യോ അത് പറഞ്ഞ വീഡിയോ
അങ്ങോട്ടേക്കേ വെയിലുള്ളൂ. നേരെ സിറ്റിയാണോ കണ്ടു കാണുന്നോന്ന് അറിയില്ല ഇതില്. ഇവിടെയൊക്കെ ഒരു കട ഉണ്ടായിരുന്നു, അതൊന്നും ഇപ്പോൾ ഓപ്പൺ അല്ല. നല്ല പോലെ ക്ഷീണിച്ചു. നമ്മളിത് ആ ഒരു ഭാഗത്തു നിന്നാണ് ഇങ്ങോട്ട് നടന്നു വന്നത്. അതാണ് നേരത്തെ കണ്ട ഗണപതിയുടെ സ്റ്റാച്ചു. അതിൻ്റെ മുകളിൽ ഒരു ഫെൻസിങ് വെച്ചിട്ടുണ്ട്, അതാണ് ട്രാക്ക്. ഏറ്റവും മുകളിൽ കാണുന്നതാണ് പനോരമ പോയിൻ്റ്. അപ്പോൾ നമ്മൾ അവിടെ നിന്നാണ് ഇറങ്ങി ചുറ്റി ഇതുവഴി നടന്നു വന്നത്. ഇവിടെ താഴെ കണ്ടോ, മൊത്തം നല്ല താഴ്ചയാണ്. അവിടെ ഇതാ നേരൽ ടൗണ് കാണാം, അതിൻ്റെ മുകളിൽ മേഘങ്ങൾ കാണാം. ഇനിയിപ്പം ഇതുവഴിയാണ് മുകളിലോട്ട് നടന്നു പോകുന്നത്. നമ്മളിതാ അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറി വന്നു. ഇനി ഈ ഒരു സ്ലോപ്പായിട്ടുള്ള ഏരിയ കൂടെ നടന്നു പോകണം. ഇവിടെ വെള്ളം അരുവി. ഇവിടെ ടൗൺ ഏരിയ ആണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റെപ്പ് കയറി വേണം മുകളിലോട്ട് പോകാൻ. ഇവിടെ കണ്ടോ, താഴോട്ട് വീണതാ. സ്ലോപ്പ് കണ്ടോ താഴോട്ടൊക്കെ. അവിടെ ആ സിറ്റി, അതിൻ്റെ മുകളിൽ മേഘങ്ങൾ. അതാണ് പനോരമ പോയിൻ്റ്, ആ ഹൈറ്റ്. ഒന്നാമത്തെ ഹൈറ്റ് ഇത്തിരി പേടിയാണ്, അപ്പം കുറച്ച് മെല്ലെ നടക്കുള്ളൂ. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു അടുത്ത ടാസ്ക് വെച്ചാൽ ഈ ടൈപ്പ് കല്ല് കണ്ടോ, ഇതാണ് ഇവിടുത്തെ വഴി. ഈ കല്ലുകൾ കയറി വേണം മുകളിലോട്ട് പോകാൻ. അതാണ് കുറച്ച് പാട്. ഉണ്ടോ, പ്രോപ്പർ വഴിയൊന്നുമില്ല. ഇങ്ങനത്തെ കല്ലിൻ്റെ കഷ്ണം ചവിട്ടി കയറിപ്പോണം. ഉണ്ടോ, ഇങ്ങനത്തെ ചെറിയ കഷ്ണം കല്ലുകൾ ചവിട്ടി വേണം പോവാൻ. ഉണ്ടോ, അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. ഇനിയേ നമുക്ക് ഇവിടെ ആയിട്ട് 2 സ്റ്റെപ്പ് ഉണ്ട്. ഒന്ന് ഇവിടുന്ന് നേരെ മുകളിലോട്ട്, അവിടുന്ന് നേരെ മുകളിലോട്ട്. ആ 2 സ്റ്റെപ്പും കയറി വേണം മുകളിലേക്ക് പോകാം. അതന്നെ. താഴോട്ട് അവിടെ ആള് കയറി വരുന്നുണ്ട്, സോറി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോകാന്ന് വെച്ചപ്പോൾ ഇവിടെ ഉണ്ടോ, ഇവിടെ നിന്ന് ഇറങ്ങി വരാം. ഇങ്ങോട്ട് കയറി വന്ന് അവർ പോട്ടെ. സ്ലോ ഇറങ്ങി വരാം. അവിടെ നിന്നാണ് ഇറങ്ങി വന്നിട്ട് അവരിപ്പോൾ താഴോട്ട് ഇറങ്ങി പോകാം. ഇനിയിപ്പോൾ ഇവിടുന്ന് നമുക്ക് മുകളിലോട്ട് കയറിക്കണം. അവിടെ നിന്നാണ് കയറി വന്നത്. മുടിയൊക്കെ നല്ല അവസ്ഥയിലായിട്ടുണ്ട്. ഉണ്ടോ,
ഇങ്ങോട്ട് കയറി വന്നു എത്തി, മുകളിലെത്തി. ഇനിയിപ്പം ഇവിടുന്ന് കുറച്ച് ദൂരം കൂടെ മേലോട്ട് കയറിപ്പോയാൽ ഇവിടെ ഇതവിടുന്ന് ഈ മരം ഇങ്ങനെ പാട്ടോ ഈ ഭാഗം കൈ പിടിച്ചു ഇവിടെ കയറി ഇവിടെ പിടിച്ച് അയ്യോ ഇവിടെ നമ്മൾ നടന്നു വന്നാന്ന് ആലോചിച്ചു. അയ്യോ എന്നിട്ട് ഇതുവഴി കയറി വേണം മുമ്പോട്ട് പോവാൻ. ഇനിയുണ്ട് കയറാൻ. ഉണ്ടോ, ആ ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് നടന്നു വന്നത്. നല്ല കാറ്റടിക്കുന്നുണ്ട്. അത് പനോരമ പോയിൻ്റാ ആ കാണുന്നത്. അവിടെയാണ് നേരത്തെ നമ്മൾ കണ്ട ഗണപതീൻ്റെ സ്റ്റാച്യു. അതിൻ്റെ മുകളിൽ നമ്മളിങ്ങോട്ട് വന്ന റെയിൽവേ ട്രാക്ക്. അതുവഴിയൊക്കെ ഇറങ്ങി ഇതുവഴിയേ വന്നിട്ടാണ് നമ്മളിങ്ങോട്ട് കയറി വന്നത്. ഇതുവഴി വേണം കയറി മുകളിലേക്ക് വരാൻ. പിടിക്കാനൊന്നുമില്ല. പറ്റൂലേ? പിന്നെന്താ, നിസ്സാരം. കാല് സ്ലിപ്പായാൽ നിസ്സാരം. കാരണം പിന്നെ ചിന്തിക്കണ്ടല്ലോ, ആലോചിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ. ഇഷ്ടംപോലെ ഫ്ലൈറ്റ് പോകുന്നുണ്ട് അവിടെ. എയർപോർട്ട് അടുത്തുണ്ട്. ഇതിൻ്റെ ടോപ്പിൽ അവിടെ ഒരു ടെമ്പിളുണ്ട്. നമുക്ക് ആദ്യം ആ കോട്ടയുടെ ഭാഗത്ത് പോയിട്ട് അങ്ങോട്ടേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇവിടെ പെഫോർട്ടിൻ്റെ മുകളിലാണുള്ളത്. നമ്മളല്ല, ഇത് പണ്ട് കാലത്ത്, അതായത് ഛത്രപതി ശിവജിയുടെ ഒക്കെ കാലത്ത് ഇവിടെയുള്ള ഗുഹകളിലൊക്കെ അവർ ധാന്യങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്നു. ഇത് അതിന് ശേഷമുള്ള ടൈമിൽ ഇവിടുന്ന് സാധനങ്ങൾ ആ ഭാഗത്ത്, അതായത് നമ്മുടെ പനോരമ വ്യൂ പോയിൻ്റെ താഴെയുള്ള മാത്തേരാൻ്റെ ഭാഗത്തോട്ട് എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പികൾ അവർ യൂസ് ചെയ്തിരുന്നു. ഇതിൽ ചാക്കുകൾ കെട്ടിയിട്ട് ഇതേപോലെയുള്ളത്, ഇത് ഈ സമയത്ത് ഇപ്പം അത് യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കറക്കിയിട്ടാണ് അവരത് അങ്ങോട്ടേക്ക് എത്തിച്ചിരുന്നത്. കണ്ടോ, ഇത് തിരിക്കുന്ന സമയത്ത് ഇവിടുന്ന് അങ്ങോട്ട് താഴ്ചയാണ്. അപ്പോൾ ആ ഭാഗത്തോട്ട് സുഖമായിട്ട് എത്തും. എന്നിട്ട് അത് തിരിച്ച് ഇത് വെച്ച് ഇങ്ങോട്ട് തിരിച്ച് വലിച്ചിട്ട് അത് വീണ്ടും ഇവിടെ എത്തും. ഇവിടുന്ന് നിറച്ചിട്ട് അങ്ങോട്ടേക്ക് വിടും. അപ്പം ഇത് വെച്ചിട്ടാണ് അവരിവിടുന്ന് സാധനങ്ങൾ എത്തിച്ചിരുന്നത്. അപ്പം ഇവിടുന്ന് ഇനി ആ കാണുന്നതാണ് കോട്ടയുടെ ഭാഗം. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കോട്ടയൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അത് ഇപ്പം ഇല്ല, കുറേ പൊളിഞ്ഞു കിടക്കുകയാണ്. അതും കൂടി ഒന്ന് നോക്കാം. നമ്മൾ ഇങ്ങോട്ട് വന്ന വഴിയാണ് കാണുന്നത് മൊത്തം. ഉണ്ടോ എൻ്റെ മോനെ, നല്ല കാറ്റടിക്കുന്നുണ്ട്. ഉണ്ടോ, ആ ചെറിയ വഴി കൂടിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അവർ പോകുന്ന കണ്ടോ. നമ്മളാ കോട്ടയുടെ അവിടെ നിന്നൊക്കെ വന്നു. ഇനിയിപ്പോൾ ഇതാ ആ ഒരു ടെമ്പിളിൻ്റെ അങ്ങോട്ടേക്കാണ് ഇനി പോകാനുള്ളത്. ഇവിടെ ആരുടെ ഒരു കല്ലറയാണെന്ന് തോന്നുന്നു. അകത്തൊന്നും കാണാനൊന്നുമില്ല. നമ്മളിതാ അവിടെ നിന്ന് കയറി ക്ഷേത്രത്തിൻ്റെ ഭാഗത്തോട്ടെത്തി. നല്ല കോട വന്നു. താഴെ നേരത്തെ നമ്മൾ ക്ഷേത്രം നല്ലപോലെ കണ്ടില്ലേ, പക്ഷെ ഇപ്പം ക്ഷേത്രത്തിൻ്റെ വ്യൂ പോയി. ഇങ്ങനെ വലിച്ചെറിയുന്നതുകൊണ്ടാണ് ഈ വൺ ടൈം യൂസ് റെയിൻകോട്ട് മാക്സിമം അങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ അവർ പറയുന്നത്. തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ പ്രശ്നമല്ല. നേരത്തെ നമ്മൾ കണ്ട വാഴയില്ലേ, ഇതാ അവിടെ ഒന്ന് കുലച്ച് വെക്കുന്നുണ്ട്. പക്ഷേ കൂമ്പ് മാത്രമേ ഉള്ളൂ, കായൊന്നുമില്ല. കണ്ടോ, ഞാൻ മരവാഴ എന്ന് വിളിച്ച
ഇപ്പം നല്ല രീതിയിൽ കോട വന്നു. നമ്മൾ വന്ന ഭാഗത്തൊക്കെ കോടയായി. ഈ ഒരു വ്യൂ ഉണ്ടോ? താഴെ ആ ഒരു നേരൽ ടൗണ്, കുറച്ച് മുകളിലോട്ട് കാർമേഘം വന്നിട്ട് ആകാശത്തിൽ മൂടിക്കൊണ്ട് നിൽക്കുക. അതിങ്ങനെ നീങ്ങി നീങ്ങി പോകുന്നുണ്ടോ കാർമേഘങ്ങൾ? ഇങ്ങനെ ഒരു വ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? താഴെക്കൂടെ കോട ഇറങ്ങുന്ന തൊട്ട് മുകളിലായിട്ട് കാർമേഘം ആ ഭാഗത്തോട്ട് ഇങ്ങനെ മൂടുന്നു. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പോയിട്ട് അത് പിന്നീട് മഴയായിട്ട് പെയ്യും. നമ്മൾ വന്ന വഴിയൊക്കെ മൂടി. ഇനിയിപ്പം ഇങ്ങനെ കോടയുണ്ടെങ്കിൽ ഇറങ്ങുമ്പം ബുദ്ധിമുട്ടാണ്, നമ്മളൊന്നും കാണൂല. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ ഭാഗത്തുനിന്ന് നല്ല ശക്തിയിൽ കാറ്റടിച്ചിട്ട് ആ കോടയും കാർമേഘങ്ങളൊക്കെ കൂടെ കറക്റ്റ് മനസ്സിലാവുന്നില്ല, ഒരു ലെയർ പോലെ കാർമേഘം മുകളിൽ നിൽക്കുന്നുണ്ട്. താഴെ ആ ടൗണിൻ്റെ വ്യൂ. ഇനിയിപ്പോൾ നമുക്ക് പോകേണ്ട ടെമ്പിൾ ഇതിൻ്റെ നേരെ മുകളിലാണ്. അപ്പം നല്ല രീതിയിൽ കോട വന്ന് ചെറുതായിട്ട് മഴയും പെയ്ത് തുടങ്ങി. ആ കാർമേഘങ്ങൾ ആ ഭാഗം മൊത്തം മൂടിക്കൊണ്ടിരിക്കുക. നമുക്ക് ഈ ഒരു ചെറിയ സ്റ്റെപ്പ് കയറിയിട്ട് വേണം പോകാൻ. ഇതാണെങ്കിൽ അത്യാവശ്യം ഇളകി കിടക്കുക. മൊത്തം കോട വന്ന് മൂടി. ഏകദേശം എല്ലാ വ്യൂവും പോയി. അപ്പോൾ ഇവിടെ മൊത്തം പൊളിഞ്ഞു കിടക്കുക, ഇളകുന്നുണ്ട്. ഇപ്പം ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ പിന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഇല്ല. ഒന്നുകിൽ മുകളിലെത്തും, അല്ലെങ്കിൽ നേരെ താഴേക്കെത്തും. വ്യൂ രണ്ട് സൈഡിലും കോട, ഒന്നും കാണില്ല. ഐ സൈഡ് പിന്നെയും കാണാം. അവിടുന്ന് ഇങ്ങോട്ടാണ് കോട അടിക്കുന്നത്. നമ്മൾ വന്ന ഒരു ഭാഗമൊക്കെ കോട മൂടി. ടെമ്പിൾ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ കോടയായി. അപ്പം എൻ്റെ ഫേസ് തന്നെ ഇങ്ങനെ കോട അടിക്കുന്നുണ്ട്. കുറച്ചു നേരം ഇവിടെ നിന്ന് നോക്കാം കോട പോകുമെന്ന്. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി, പക്ഷെ കോട പൂർണ്ണമായിട്ടും പോകുന്നില്ല. കോട കൂടി വരികയാണ്. അധികം കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ താഴോട്ട് ഇറങ്ങാനൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ അതാ അവിടെ നിന്ന് ഇനി തിരിച്ചു പോവുകയാണ് താഴോട്ട്. അപ്പം അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ളൊരു ട്രക്കിംഗ് ആണ് ഇപ്പോൾ എഫോർട്ടിലോട്ടുള്ളത്. നിങ്ങൾ മാത്തേരം വരുന്ന സമയത്ത് മാത്തേരനുള്ള എല്ലാ വ്യൂ പോയിൻറ്റും കാണണം, ഒക്കെ അടിപൊളി തന്നെയാണ്. പക്ഷേ ഒരു ദിവസം എഫോർട്ടിന് വേണ്ടി മാറ്റി വെക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് ലൈഫിലെ ഒരു മികച്ച ട്രക്കിംഗ് അനുഭവമായിരിക്കും. അത്രമാത്രം അടിപൊളിയായിട്ടുള്ള വരുന്ന വഴികളൊക്കെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റിയ. ഇനിയിപ്പോൾ ഓണം വെക്കേഷനാണ്. ഓണം വെക്കേഷൻ സമയത്തൊക്കെ നല്ല പച്ചപ്പിൽ കിടക്കുന്ന ഈ ഒരു ട്രക്കിങ് നിങ്ങൾ മാത്തേരനിൽ വന്നിട്ട് ഒരിക്കൽ ചെയ്യണം. അവിടെ മാത്തേരൻ നല്ല തിരക്കും ബഹളമൊക്കെ ആണെങ്കിൽ ഇവിടെ പെഫോർട്ട് നല്ല ശാന്തവും സമാധാനവും മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത്. അപ്പം നിങ്ങൾ ഒരു 3 ദിവസത്തെ യാത്ര മാത്തേരനിലോട്ട് പ്ലാൻ ചെയ്യുക. 2 ദിവസം മാത്തേരൻ എക്സ്പ്ലോർ ചെയ്യുക, ഒരു ദിവസം പെഫോർട്ടിന് വേണ്ടി മാറ്റി വെക്കുക. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ മനോഹരമായ കുറേ കാഴ്ചകൾ എനിക്ക് ഉറപ്പാണ് നിങ്ങളിത് എൻജോയ് ചെയ്തിട്ടുണ്ടാവും. അത്രമാത്രം അടിപൊളിയായിട്ടുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടത്. അപ്പോൾ എൻ്റെ കൂടെ കുറച്ച് ലെങ്ത്തുള്ള വീഡിയോ ആയിരുന്നു അല്ലേ, പക്ഷെ ഒന്നും എനിക്ക് കളയാനുണ്ടായിരുന്നില്ല. മാക്സിമം ഒക്കെ മാറ്റി നിർത്തിയിട്ടാണ് നിങ്ങളെ മുന്നിലോട്ട് ഞാൻ ഈ ഒരു വീഡിയോ എത്തിച്ചത്. കാരണം ഇനിയും ഇതിൽ നിന്ന് കുറച്ചാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് കുറേ മനോഹരമായ കാഴ്ചകളാവുന്ന എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോന് കുറച്ച് ലെങ്ത് കൂടിപ്പോയത്. അപ്പം ഇത്രയും നേരം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ട് ഇരുന്നു എന്നുള്ളത് എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന കാര്യം കൂടിയാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നാണ് വിചാരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തൊക്കെയാണോ അത് കമൻസിലൊന്ന് പറയുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിയിലുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് യാത്രകളൊക്കെ ഇഷ്ടമാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുക, ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് വലിയൊരു നന്ദി പറയുന്നു. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ ബൈ.